ഹലോ ഹലോ മക്കളെ, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 2ാം ക്ലാസ്സിലെ മാത്സ് ഗണിതം 2ാമത്തെ യൂണിറ്റ് ഒളിച്ചേ കണ്ടേ. നമുക്ക് നോക്കിയാലോ. ടെക്സ്റ്റ് ബുക്ക് എടുക്കുക. യൂണിറ്റ് 2 ഒളിച്ചേ കണ്ടേ. ഇന്ന് നമുക്ക് ഒളിച്ചു കളിക്കാം. നീയേ 50 വരെ എണ്ണിക്കോ. നീയയുടെ വീട്ടുവളപ്പിൽ നിറയെ മരങ്ങൾ, നല്ല തണലും തണുപ്പുമുണ്ട്. നമുക്ക് ഇവിടെ ഒളിക്കാം. വീഡിയോക്ക് ലൈക്ക് നൽകാൻ മറക്കല്ലേ. ഓക്കേ, എണ്ണിക്കളിക്കാം. നീയെ എണ്ണുകയാണ് കേട്ടോ. 50 വരെ എണ്ണണം. 13, 14, 15, 16, 27, 28, 29, 30 ഇങ്ങനെ കള്ള എണ്ണല് നിങ്ങൾ നടത്താറുണ്ടോ? ഉണ്ടാവുമല്ലേ. ഒളിച്ചവരൊന്നും കേൾക്കില്ലല്ലോ നമ്മൾ കള്ളത്തരത്തിലുള്ള ഈ എണ്ണല്. പക്ഷെ ഇവിടെ ഒളിഞ്ഞു നിന്നൊരാൾ കണ്ടു. ചിലത് വിട്ടുപോയല്ലോ. വിട്ടുപോയി അല്ലേ. 16 കഴിഞ്ഞ് എത്ര എണ്ണീണ്? 27. അപ്പൊ വിട്ടുപോയി എന്ന് ഉറപ്പാണ്. നീയെ എണ്ണാൻ വിട്ടുപോയ സംഖ്യകൾ ഇവിടെ എഴുതൂ. ഏതൊക്കെ നീയെ എണ്ണാൻ വിട്ടുപോയത്? 16 കഴിഞ്ഞാൽ 17, 18, 19, 20, 21, 22, 23, 24, 25, 26. പിന്നെ 27, 28, 29, 30 അതുവരെ നീ എണ്ണയും ചെയ്തു. അപ്പം വിട്ടുപോയ സംഖ്യകൾ നമ്മളിവിടെ എഴുതി. നീയ ആദ്യം ജാൻവിയെ കണ്ടു. ആദ്യം കണ്ട ആളാണ് പിന്നീട് എണ്ണേണ്ടത്. നിങ്ങൾക്കറിയാലോ ഒളിച്ചു കളി. ഇനി ഞാൻ എണ്ണാം. ജാൻവി പറയാണ്, ഇനി ഞാൻ എണ്ണാം. ജാൻവി എണ്ണിയത് 30 മുതലാണ്. ജാൻവി എണ്ണിയ തുടർച്ചയായ 10 സംഖ്യകൾ ഇവിടെ എഴുതും. ജാൻവി 30 മുതലാണ് എണ്ണിയാണ്. 30, 31, 32, 33, 34, 35, 36, 37, 38, 39. അടുത്ത സംഖ്യ 40 അല്ലേ. 30 മുതൽ 40 വരെയുള്ള 10 സംഖ്യകൾ നമ്മളിവിടെ എഴുതി. കൂട്ടുകാരോടൊപ്പം നിങ്ങളും ഒളിച്ചു കളിക്കൂ. കളിക്കുന്നതിനിടയിൽ വഴിയിൽ പെട്ടെന്നൊരു ശബ്ദം. അയ്യോ, സാബുവേട്ടന്റെ വണ്ടിയിൽ നിന്ന് ഫ്രൂട്ട്സ് ഒക്കെ അങ്ങനെ വീണു പോണു അല്ലേ. അപ്പൊ സാബുവേട്ടൻ പറയാണ്, സാരമില്ല, കൈ തട്ടി വീണതാ, ഞങ്ങളും സഹായിക്കാം. അവർ പഴങ്ങൾ സഞ്ചിയിലാക്കി. ഓരോ ഇനവും നിയ എണ്ണി നോക്കി. ഓരോന്നും എത്രയുണ്ട്? ഇവിടെ കൂട്ടം കൂട്ടമായി വെച്ചിട്ടുണ്ട് അല്ലേ. 10ന്റെ കൂട്ടങ്ങളാണ്. എണ്ണി നോക്കൂ. ഇതെല്ലാം 10ന്റെ കൂട്ടങ്ങളാണ്. അപ്പോൾ 1 10, 2 10, 3 10, 4 10, പിന്നെ 2 എണ്ണം ഉണ്ട്. ഈ 4 10 എത്രയാണ്? 4 10 40. ഓക്കെ അല്ലേ. അത് കൂടെ 2 കൂട്ടണം. 40ഉം 2 എണ്ണം കൂട്ടുമ്പോഴോ 41, 42. അപ്പോൾ ആപ്പിൾ എത്ര എണ്ണം ഉണ്ട്? 42 ആപ്പിൾ കിട്ടി. അടുത്തത് മാങ്ങയാണ്. മാങ്ങയും 10ന്റെ കൂട്ടങ്ങളാക്കി വെച്ചിട്ടുണ്ട്. 1 10, 2 10, 3 10, 4 10, 5 10 ഉണ്ട്. 5 10കൾ ചേരുമ്പോൾ 50. അതിൽ കൂടെ 4 എണ്ണം കൂടി കൂട്ടിയിട്ടുണ്ട്. 50 കൂടെ 4 കൂടി കൂട്ടുക. 51, 52, 53, 54. 50ഉം 4ഉം 54 മാങ്ങ. അടുത്തത് ഓറഞ്ചാണ്. ഓറഞ്ചും 10ന്റെ കൂട്ടങ്ങളാക്കി വെച്ചിട്ടുണ്ട്. 1 10, 2 10, 3 10, പിന്നെ 4 എണ്ണവും ഉണ്ട്. 3 10കൾ ചേരുമ്പോൾ 3 10 30. 30ഉം ഈ 4 എണ്ണം കൂടി ചേരുമ്പോഴോ 30ൽ കൂടി 31, 32, 33, 34. 34 ഓറഞ്ച്. മാങ്ങയും ഓറഞ്ചും മുഴുവൻ കിട്ടി. ആകെ 45 ആപ്പിൾ ഉണ്ടായിരുന്നു. പക്ഷേ എല്ലാം കിട്ടിയില്ല. സാബുവേട്ടന് അറിയാം ആകെ 45 ആപ്പിൾ ഉണ്ടായിരുന്നു എന്ന്.
അപ്പോൾ ഇനി എത്ര ആപ്പിൾ കിട്ടാനുണ്ട്? 45 ആകെ ഉണ്ടായിരുന്നത്. കിട്ടിയത് എത്ര ആപ്പിളാണ്? 42 ആപ്പിൾ. അപ്പം ഇനി എത്ര എണ്ണം കിട്ടണം? 45 ആവാൻ 42 കൂടെ 1 കൂട്ടുമ്പോൾ 43, 44, 45. അപ്പം ഇനി എത്ര എണ്ണം കൂടി ഉണ്ടായാലാണ് 45 ആപ്പിൾ ആവുക? 3 ആപ്പിൾ. മനസ്സിലായോ? 3 ആപ്പിൾ. കൂടുതൽ എണ്ണം ഏതാണ്? കൂടുതലുള്ളത് ഏതാ? ആപ്പിളാണോ, മാങ്ങയാണോ, ഓറഞ്ചാണോ? കൂടുതൽ എണ്ണം, വലിയ സംഖ്യ ഏതാണ്? അതാണ് കൂടുതൽ. ഇതിൽ വലിയ സംഖ്യ ഏതാണ്? 54. 54 മാങ്ങയാണ്. അപ്പോൾ കൂടുതൽ എണ്ണം ഉള്ളത് ഏതാണ്? മാങ്ങ. അടുത്തത് കുറവ് എണ്ണമോ? ഏറ്റവും ചെറിയ സംഖ്യ ഇതിൽ ഏതാണ്? 34. അതാണ് കുറവ്. അപ്പോൾ കുറവ് എണ്ണമുള്ള സംഖ്യ ഏതാണ്? സാധനം എന്താണ്? ഓറഞ്ച്. 34 ഓറഞ്ച്. ഓറഞ്ചിനേക്കാൾ എത്ര കൂടുതൽ ആപ്പിൾ ഉണ്ട്? ഓറഞ്ച് 34 എണ്ണം, ആപ്പിള് 42 എണ്ണം. അപ്പൊ 34 കൂടി എത്ര ചേർന്നാലാണ് 42 ആവാന്ന് നോക്കാം. അത്രയും കൂടുതലാണ് അല്ലെ? 34 കൂടെ 1 ചേരുമ്പോൾ 35, ഒന്നുകൂടി 2 ചേരുമ്പോൾ പറയൂ, 2 ചേരുമ്പോൾ 36, 37, 38, 39, 40, 41, 42. 8 എണ്ണം കൂടുതലാണ്. ഓറഞ്ചിനേക്കാൾ 8 എണ്ണം കൂടുതലാണ് ആപ്പിൾ. മനസ്സിലായില്ലേ? ഇനി സംഖ്യാകളിയാണ്. സോഹനും നിയയും സംഖ്യാകളി തുടങ്ങി. ഒന്നാമത്തെ കളിയിൽ സോഹന് 40 പോയിന്റ് കിട്ടി. നിയയ്ക്ക് അതിനേക്കാൾ 7 പോയിന്റ് കൂടുതൽ കിട്ടി. അപ്പോൾ നിയയ്ക്ക് കിട്ടിയത് എത്ര? സോഹന് 40, നിയയ്ക്ക് 7 കൂടുതൽ. അപ്പോൾ 40നേക്കാൾ 7 കൂടുതൽ. 40 കൂടെ 7 എണ്ണം കൂട്ടിയാൽ എത്രയാണ്? 40ഉം 7ഉം 47. അങ്ങനെ കൂട്ടാൻ നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ 40 കൂടെ 7 എണ്ണം കൂട്ടി നോക്കുക. 41, 42, 43, 44, 45, 46, 47. അപ്പോൾ നിയയ്ക്ക് കിട്ടിയത് 47. രണ്ടാമത്തെ കളിയിൽ നിയയ്ക്ക് 44 പോയിന്റ് കിട്ടി. സോഹന് അതിനേക്കാൾ 14 പോയിന്റ് കുറവാണ് കിട്ടിയത്. നിയയ്ക്ക് 44 പോയിന്റ്, സോഹന് അതിനേക്കാൾ 14 പോയിന്റ് കുറവ്. അതായത് 44നേക്കാൾ 14 കുറവ്. കുറവ് എന്ന് പറയുമ്പോൾ കുറയ്ക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പൊ 44-ന് 14 കുറയ്ക്കണം. അപ്പൊ നമുക്ക് ആദ്യം 44-ൽ നിന്ന് ഒരു 4 കുറയ്ക്കാം. 44-ന്ന് ആ 4 അങ്ങോട്ട് പോയാൽ ബാക്കി 40. ഇനി 40-ന്ന് 10 കൂടി കുറയ്ക്കണം. അപ്പോളോ 30. അപ്പോൾ സോഹന് കിട്ടിയത് 30. ഇങ്ങനെ ആദ്യം 4ഉം പിന്നീട് 10ഉം കുറയ്ക്കണേക്കാൾ നിങ്ങൾക്ക് എളുപ്പം ഇതുപോലെ കുറയ്ക്കുന്നതാണോ? നോക്കൂ. 44 കുറയ്ക്കണം 14. 4-ന്ന് 4 കുറച്ചാൽ പിന്നെ എന്തേലും ഉണ്ടോ? 0. 4-ന്ന് 1 കുറച്ചാലോ? 1 പോയാൽ ബാക്കി 3. അപ്പോൾ 30. മൂന്നാമത്തെ കളിയിൽ സോഹനും നിയയ്ക്കും കൂടി കിട്ടിയ പോയിന്റ് 50-ൽ കുറവാണ്. രണ്ടാൾക്കും കിട്ടിയ പോയിന്റ് കൂട്ടി നോക്കിയപ്പോൾ അത് 50-ൽ കുറവാണ്. അവരുടെ പോയിന്റുകൾ തമ്മിലുള്ള വ്യത്യാസം 10 ഒരാൾക്ക് കിട്ടിയതിനേക്കാൾ 10 പോയിന്റ് കൂടുതലാണ് അടുത്ത ആൾക്ക് കിട്ടിയിട്ടുള്ളത്, അല്ലെങ്കിൽ കുറവാണ് അടുത്ത ആൾക്ക് കിട്ടിയിട്ടുള്ളത്. ഓരോരുത്തരുടെയും പോയിന്റുകൾ എത്രയാകാം? നമ്മൾ വെറുതെ ഒരു ഉദ്ദേശം വെച്ചിട്ട് അങ്ങനെ എഴുതി നോക്കാം. ഇപ്പൊ നിയയ്ക്ക് 1 പോയിന്റാണ് കിട്ടിയതെങ്കിൽ
സോഹൻ അതിനേക്കാൾ 10 പോയിന്റ് കൂടുതലാണ്. അപ്പോൾ സോഹൻ എത്രയാവും? 11. ഒന്നുകൂടെ 10 കൂട്ടിയാൽ 11. നിയയ്ക്ക് 2 പോയിന്റാണ് കിട്ടിയതെങ്കിൽ സോഹന് 12. നിയയ്ക്ക് 3 ആണെങ്കിലോ സോഹന് 13. നിയയ്ക്ക് 4 ആണെങ്കിൽ സോഹന് 14. അങ്ങനെ 5 ആണെങ്കിൽ 10 ആണെങ്കിൽ അങ്ങനെ നമുക്ക് നോക്കാം. പക്ഷെ 2 കൂടി ചേരുമ്പോൾ 50-നേക്കാൾ കുറവാകണം. ക്ലാസ് അലങ്കരിക്കാം. നിയയും സോഹനും ക്ലാസ് അലങ്കരിക്കാൻ വർണ്ണക്കടലാസിൽ പല രൂപങ്ങൾ മുറിച്ചു. നിങ്ങൾ ക്ലാസ് അലങ്കരിക്കാറുണ്ടോ? ആരുടെങ്കിലും ബർത്ത്ഡേക്കോ അല്ലെങ്കിൽ നമ്മുടെ സ്കൂളിലെ പൊതുവായ ആഘോഷങ്ങൾക്ക്, ആഗസ്റ്റ് 15-നോ കേരളപ്പിറവിക്കോ ഒക്കെ നിങ്ങൾ ക്ലാസ് അലങ്കരിക്കുന്നുണ്ടാവും അല്ലേ? അപ്പോൾ ഇവിടെ ഇവരെന്നെ കടലാസിൽ രൂപങ്ങൾ വെട്ടി ഉണ്ടാക്കുകയാണ്. ഞാൻ ഉണ്ടാക്കിയത് കണ്ടോ? നക്ഷത്രങ്ങൾ. അവൾ നക്ഷത്രങ്ങൾ ഉണ്ടാക്കിയത് കാണിച്ചു കൊടുക്കുക. മുറിച്ചെടുത്തവ 2 പേരും നിരത്തി വെച്ചു. നക്ഷത്രത്തിന് 10 പോയിന്റ്, ചതുരത്തിന് 1 പോയിന്റ്. ചതുരം വെട്ടിയെടുക്കാൻ അധികം പ്രയാസമില്ലാത്തതുകൊണ്ട് ചതുരത്തിന് 1 പോയിന്റും നക്ഷത്രത്തിന് 10 പോയിന്റും. ഓരോരുത്തർക്കും എത്ര പോയിന്റ് കിട്ടിയെന്ന് നോക്കാം. നിയ നക്ഷത്രം ചതുരം നക്ഷത്രം ചതുരം അങ്ങനെ അടുക്കി വെച്ചിട്ടുണ്ട്, നിരത്തി വെച്ചു. അപ്പോൾ നക്ഷത്രത്തിന് 10 വീതമാണ്. അപ്പോൾ 10, ചതുരത്തിന് 1, 10, 1, 10, 1, 10, 1, 10. അപ്പോൾ എത്ര നക്ഷത്രമുണ്ട് നോക്കിയാലോ? 1, 2, 3, 4, 5. 5 നക്ഷത്രത്തിന് 5 10 പോയിന്റാണ് അല്ലേ? 10, 20, 30, 40, 50. 50 പോയിന്റ് കിട്ടി. ഇനി 4 ചതുരങ്ങൾക്ക് ഓരോരോ പോയിന്റാണ്. 1, 2, 3, 4. 50 കൂട്ടണം 4, 54. സോഹൻ നോക്കൂ, 2 നക്ഷത്രം, 2 ചതുരം, 2 നക്ഷത്രം, ഇങ്ങനെയാണ് അവൻ നിരത്തി വെച്ചിട്ടുള്ളത്. അപ്പോൾ സോഹന് 4 നക്ഷത്രമാണ് ആകെ കിട്ടിയിട്ടുള്ളത്. 10, 20, 30, 40. അപ്പോൾ 40 പോയിന്റ്. 2 ചതുരങ്ങൾക്ക് 1 2 പോയിന്റ്. 40 കൂട്ടണം 2, 42 പോയിന്റ്. ആർക്കാണ് കൂടുതൽ പോയിന്റ് കിട്ടിയിട്ടുള്ളത്? നിങ്ങൾക്കറിയാം അല്ലേ? നിയയ്ക്ക്. നിയ എത്ര കൂടുതൽ കിട്ടി? ഒരാൾക്ക് 42, ഒരാൾക്ക് 54 ആണ്. അപ്പൊ എത്ര കൂടുതൽ കിട്ടിയെന്നറിയാൻ വ്യത്യാസം കണ്ടെത്തുകയാണ് വേണ്ടത്. വ്യത്യാസം കണ്ടെത്താൻ കുറച്ച് നോക്കാം അല്ലേ? കുറച്ച് നോക്കിയാലോ? അല്ലാന്നുണ്ടെങ്കിൽ എങ്ങനെ ചെയ്യാം? സോഹന് നിയേനേക്കാൾ 1 നക്ഷത്രം കുറവാണ്, അതായത് 10 പോയിന്റ്. അപ്പൊ അവിടെ കിട്ടി. 2 ചതുരവും കുറവാണ്. അപ്പോൾ ആ 2ഉം 10ഉം 2ഉം 12 നിയയ്ക്ക് കൂടുതൽ കിട്ടിയിട്ടുള്ളത്. നിയയ്ക്ക് 1 നക്ഷത്രവും കൂടുതലാണ്, 2 ചതുരങ്ങളും കൂടുതലാണ്. അപ്പോൾ നക്ഷത്രത്തിന്റെ 10ഉം ചതുരത്തിന്റെ 2ഉം കൂടുമ്പോൾ 12 പോയിന്റാണ് കൂടുതൽ. എത്ര എന്നുള്ളിടത്ത് എന്താ എഴുതേണ്ടത്? 12. ഒപ്പം എത്താൻ സോഹൻ ഓരോ രൂപവും എത്ര എണ്ണം മുറിക്കണം? നിയയുടെ ഒപ്പം എത്താൻ വേണ്ടി എത്ര മുറിക്കണം? ഇപ്പൊ നമ്മൾ നോക്കി നേരത്തെ അല്ലേ? നിയയ്ക്ക് 1 നക്ഷത്രം കൂടുതലാണ്. അപ്പോൾ സോഹൻ ഇനി 1 നക്ഷത്രം മുറിക്കണം. ചതുരം നിയയ്ക്ക് 2 എണ്ണം കൂടുതലുണ്ട്. അപ്പോൾ സോഹൻ 2 ചതുരം കൂടി മുറിക്കണം. നക്ഷത്രം 1, ചതുരം 2. മനസ്സിലാവണില്ലേ? ഓക്കെ. രൂപങ്ങൾ മുറിച്ചെടുത്ത് ഇതുപോലെ കളിക്കാമല്ലോ. നിങ്ങളും ഇതുപോലെ രൂപങ്ങൾ മുറിച്ചെടുത്ത് കളിക്കണം. എത്ര വയസ്സായി? അമ്മയ്ക്ക് എത്ര വയസ്സായി? അമ്മ പറയുന്നു 40 വയസ്സ്. അച്ഛന് എത്ര വയസ്സായി? അമ്മയേക്കാൾ 5 കൂടുതൽ. അപ്പോൾ അമ്മയ്ക്ക് 40, അതിനേക്കാൾ 5 വയസ്സ് കൂടുതലാണ് അച്ഛന്. അച്ഛന്റെ വയസ്സ് എത്രയാണ്? 40ഉം 5ഉം 45 അല്ലേ? 40 കൂടെ 5 എണ്ണം കൂട്ടി നോക്കൂ. 41, 42, 43, 44, 45.
മിഹാലിന് 3 വയസ്സ്. അതിൻ്റെ ഇരട്ടിയാണ് നിയയുടെ വയസ്സ്. ഇരട്ടി. ഇരട്ടി എന്ന് പറഞ്ഞാൽ എന്താണ്? അതേ സംഖ്യ ഒരു തവണ കൂടി കൂട്ടിയാൽ കിട്ടുന്നത്. ഇപ്പൊ നിയയുടെ വയസ്സ് എത്രയാണെന്നറിയാൻ നിഹാലിന്റെ വയസ്സ് 2 തവണ കൂട്ടണം. നിഹാലിന്റെ വയസ്സ് 3 അതിന്റെ ഇരട്ടിയാണ് നിയയുടെ വയസ്സ്. അതായത് 3 3 6 വയസ്സ്. ഇരട്ടി മനസ്സിലായോ? അപ്പൊ 4ന്റെ ഇരട്ടി ചോദിച്ചാൽ 4 4 8. 8 4ന്റെ ഇരട്ടി. 2ന്റെ ഇരട്ടി 2 2 4. 4 2ന്റെ ഇരട്ടി. ഇനിയും 5 വർഷം കഴിയുമ്പോൾ ഓരോരുത്തരുടെയും വയസ്സ് എത്രയാകും? ഇപ്പൊ അമ്മയുടെ വയസ്സ് 40 അല്ലേ? അപ്പൊ അമ്മയ്ക്ക് എത്രയാവും? 40നേക്കാൾ 5 കൂടുതൽ, അതായത് 45. അച്ഛൻ്റെ വയസ്സ് 45നേക്കാൾ 5 കൂടുതൽ. 45 കൂടെ 5 എണ്ണം കൂട്ടൂ. 46 47 48 49 50. അച്ഛൻ അപ്പോഴേക്കും 50 വയസ്സാവും. നീയയ്ക്ക് ഇപ്പോൾ 6 വയസ്സാണ് അല്ലേ? 6നേക്കാൾ 5 കൂടുതൽ. 6ൽ കൂടി 5 എണ്ണം കൂട്ടൂ. 7 8 9 10 11. ഇപ്പൊ നീയയ്ക്ക് 11 വയസ്സ്. മിഹാലിന് ഇപ്പോൾ 3. 3നേക്കാൾ 5 കൂടുതൽ. 3 കൂടെ 5 കൂട്ടണം. 3 കൂടെ 5 കൂട്ടിയാലോ 8. ഇപ്പോഴും അച്ഛൻ്റെ വയസ്സ് അമ്മയേക്കാൾ 5 കൂടുതൽ തന്നെ. അത് ശരിയല്ലേ കുട്ടികൾ പറയുന്നത്? അപ്പൊ അച്ഛൻ പറയാണ്, ഇപ്പോൾ നിയയുടെ വയസ്സ് മിഹാലിന്റെ ഇരട്ടി അല്ലല്ലോ. ആണോ? നിയയുടെ വയസ്സ് 11 മിഹാലിന്റെ വയസ്സ് 8. 8ന്റെ ഇരട്ടി 11 8 8 16. ഇത് ഇപ്പൊ ശരിയല്ല അല്ലേ? ഇപ്പോൾ നിയയുടെ വയസ്സ് മിഹാലിന്റെ ഇരട്ടി അല്ല. നിങ്ങളുടെ വീട്ടിലുള്ളവരുടെ വയസ്സ് എഴുതൂ. ഇതുപോലെ പേര്, വയസ്സ് ഈ കോളങ്ങളിൽ എഴുതാം. അടുത്തത് കമ്പ്യൂട്ടർ ഗെയിം. കമ്പ്യൂട്ടർ ഗെയിമിൽ കമ്പ്യൂട്ടറിൽ കളിക്കുകയാണ് നിയ. ചില സംഖ്യകൾ വിട്ടുപോയി. 23 കഴിഞ്ഞ് തൊട്ടടുത്ത സംഖ്യ ഏതാണ്? എല്ലാവർക്കും അറിയാലേ, 24. 15ന്റെ തൊട്ട് മുമ്പുള്ള സംഖ്യ ഏതാണ്? 15ന്റെ മുമ്പ് 14. 29ന്റെ മുകളിലെ സംഖ്യ എന്താണ്? 29 നോക്കൂ. 29ന്റെ മുകളില്. അപ്പൊ 16 ഇവിടെ എത്തി നിൽക്കുകയാണ്. പിന്നെ എഴുതിയിട്ടില്ലല്ലോ. അപ്പൊ എണ്ണി നോക്കാം. 16 കഴിഞ്ഞാൽ 17 18 19. 29ന്റെ മുകളിലുള്ള സംഖ്യ 19. 39ന്റെ താഴെയുള്ള സംഖ്യ എന്താണ്? എവിടെയാ 39? കണ്ടുവോ? 39 കഴിഞ്ഞാൽ തൊട്ടടുത്ത സംഖ്യ 40. 41 42 43 44 45 46 47 48 49. 39ന്റെ താഴെയുള്ള സംഖ്യ 49. 13 33 36 46 49 എന്നിവ കമ്പ്യൂട്ടറിൽ ശരിയായ കളങ്ങളിൽ എഴുതുക. ഇതുപോലെ എഴുതുക. 13 എവിടെയാ വരിക? 14ന്റെ തൊട്ടു മുമ്പ്. 33 എവിടെയാണ് വരിക? 32ന്റെ തൊട്ടടുത്ത സംഖ്യ. 36 35ന്റെ തൊട്ടടുത്ത സംഖ്യ. 46 40 കഴിഞ്ഞിട്ട് എണ്ണി നോക്കിയിട്ട് 46 ഇവിടെ വരും. 49 നമ്മൾ നേരത്തെ എഴുതി 39ന്റെ അടിയിൽ. കമ്പ്യൂട്ടറിലെ ഏതാനും കളങ്ങളാണ് ചുവടെയുള്ളത്. ഒഴിഞ്ഞ കളങ്ങളിലെ സംഖ്യകൾ എഴുതൂ. 23ന്റെ തൊട്ടു മുമ്പുള്ളതും ശേഷമുള്ളതും നമുക്ക് പെട്ടെന്ന് എഴുതാം. 23 22 24 അല്ലേ? ഇനി ഈ കമ്പ്യൂട്ടറിൽ നോക്കൂ. 23ന്റെ നേരെ മുകളിലായിട്ട് 13ഉം 23ന്റെ താഴെ 33. അതിങ്ങോട്ട് എഴുതുക. അടുത്തത് 35. 35ന്റെ മുകളിൽ 25,
35ന്റെ താഴെ 45, 45ന്റെ തൊട്ട് മുമ്പുള്ളത് 44, 25ന്റെ തൊട്ടടുത്തുള്ളത് 26. ഇനി 29. 29ന്റെ നേരെ മേലെ എന്താ നോക്കൂ, 19 ഉണ്ട്. 29ന്റെ നേരെ താഴെ 39 ഉണ്ട്. 39ന്റെ മുമ്പ് 38, 39ന് ശേഷം 40. ഈ 19ന്റെ തൊട്ട് മുമ്പ് 18, 19 കഴിഞ്ഞാൽ 20. അടുത്ത സംഖ്യ 28 തന്നിട്ടുണ്ട്. 28 നോക്കൂ. 28ന്റെ മേലെയായിട്ട് 18, 28ന്റെ ചുവടെ 38, 18ന്റെ മുമ്പ് 17, 18 കഴിഞ്ഞാൽ 19, 20 അല്ലേ? ഇനി 25 തന്നിട്ടുണ്ട്. 25ന്റെ തൊട്ട് മുമ്പ് 24, 25ന് ശേഷം 26, 24ന്റെ ചുവടെ എന്താ നോക്കൂ, 34, അതിന്റെ ചുവടെ 44. 26ന്റെ മുകളിൽ എന്താണ്, 16, അതിന്റെ മുകളില് 6. ഇതുപോലെ ഈ കള്ളികളൊക്കെ പൂരിപ്പിക്കാം. നിയയും കൂട്ടുകാരും കാർഡ് കളിക്കുകയാണ്. കൂട്ടുകാർ ജോഡിയായത് നോക്കൂ. അക്ഷരത്തിൽ എഴുതിയിരിക്കുകയാണ് ഈ ഭാഗത്ത്. മറ്റേ ഭാഗത്ത് അക്കത്തിലും തന്നിട്ടുണ്ട്. അക്കം പറഞ്ഞ ഈ 3, 0 അതാണ് അക്കത്തിൽ എഴുതുക. 30. 30ന് അക്ഷരത്തിൽ എഴുതിയത് നോക്കൂ, മൂ ത ത്. അതുപോലെ അടുത്ത അക്കത്തിൽ എഴുതിയത് 49. അതിനെ അക്ഷരത്തിൽ എഴുതിയത് നോക്കൂ, 49. 18. അടുത്തത് അക്കത്തിൽ എഴുതിയത് 18. ഏറ്റവും താഴെ 18 എന്ന് എഴുതിയത് നോക്കൂ, പ തി നെ ട്. അതിന്റെ അടുത്തതായിട്ട് 21. 21 എന്ന് അക്കത്തിൽ എഴുതിയിരുന്നു. മലയാളത്തിൽ അക്ഷരത്തിൽ എഴുതിയിരുന്നു, ഈ രു പ തി യോ ന്. ലാസ്റ്റ് 37 എന്ന് അക്കത്തിൽ കൊടുത്തിട്ടുണ്ട്. 3, 7, 37. അതിന് മലയാള അക്ഷരത്തിൽ എഴുതിയിട്ടുണ്ട്, മു പ തി യേ ഴ്. ഇനി നോക്കുക, ഓരോരുത്തർക്കും കിട്ടിയ സംഖ്യകൾ കാർഡിൽ എഴുതൂ. ആദ്യത്തെ ആൾക്ക് 30, രണ്ടാമത്തെ ആൾക്ക് 49. അവയെ ചെറുതിൽ നിന്നും വലുതിലേക്ക് എഴുതൂ. ഇതെല്ലാവർക്കും അറിയാലോ. ചെറുത് ഏതാ, അതിൽ ഏറ്റവും ചെറുത് നോക്കിയിട്ട് ആദ്യം എഴുതുക. 18 എഴുതി. ഇനി ബാക്കിയുള്ളവയൊക്കെ നോക്കൂ. അതിലേറ്റവും ചെറുത് ഏതാണ്, 21. 18ന്റെ നേരെ വലിയ സംഖ്യ 21. പിന്നെ ഇവിടെ 30, 37, 49 ഉണ്ട്. അപ്പൊ അതിൽ ചെറുത് 30 എഴുതുക. പിന്നെ 37 എഴുതുക. പിന്നെ 49 എഴുതുക. ഓക്കെ. ഇനി അടുത്തത് ജോഡിയാക്കലാണ്. ഒരേ സംഖ്യകളെ ചേർത്ത് വരയ്ക്കൂ. 4 10കൾ. 4 10കൾ ചേർന്നാൽ എത്രയാണ്? 10, 20, 30, 40. 40 ഒന്നുകൾ. അതാണ് ഇവിടെ ചേരുന്നത്. 40 ഒന്നുകൾ. 4 10കൾ എന്ന് പറഞ്ഞാൽ 40 ഒന്നുകൾ. അടുത്തത് 4 10ഉം 4 10ഉം 6 1ഉം. 4 10ഉം 6 1ഉം. 4 10 എന്ന് പറഞ്ഞാൽ 10, 20, 30, 40. 4 10 40. പിന്നെ 6 ഒന്നുകളും 46. അപ്പൊ ഇതിന് നമ്മൾ എവിടേക്കാണ് ചേർക്കേണ്ടത്? 46 ഒന്നുകൾ. അടുത്തതില് 31 ഒന്നുകൾ. 31 എന്ന് പറയുന്നത് ഇതിൽ ഏതാണ് നോക്കൂ. 3 10ഉം 1 1ഉം. 31. അപ്പൊ അതിനോട് യോജിപ്പിക്കാം. അടുത്തത് 1 10ഉം 1 9ഉം. ഒരു 10 പറഞ്ഞാൽ 10. ഒരു 9 എന്ന് പറഞ്ഞാൽ 9. 10ഉം 9ഉം 19. അതായത് 19 ഒന്നുകളിലേക്ക് ചേർത്ത് വരയ്ക്കാം. 2 10ഉം 8 1ഉം. 2 10 എന്ന് പറഞ്ഞാൽ 10ഉം 10ഉം 20.
അത് കൂടെ 8 കൂടുമ്പോഴോ 28. 28 ഒന്നുകൾ കണ്ടോ, അവിടേക്ക് യോജിപ്പിക്കാം. 44 ഒന്നുകൾ, 44 ഒന്നുകൾ. ഇനി ഇവിടെ തന്നിട്ടുള്ളത് എന്താണ്? 4 10ഉം 4 1ഉം. 4 10 40ഉം ഈ 4ഉം 44. 44 ഒന്നുകൾ. ഇനി ഒരേ സംഖ്യയുള്ള കാർഡ് എടുത്തവർ ഒരു കൂട്ടമായി. അപ്പൊ ഇതിൽ സംഖ്യകൾ ഏതൊക്കെയാണ് നിങ്ങൾ കാണൂ, നോക്കൂ. ഒരു 40 ഉണ്ട്, 36 ഉണ്ട്, 25 ഉണ്ട്, 48 ഉണ്ട് അല്ലേ? അപ്പൊ നമുക്ക് ആദ്യം തന്നെ 36ന്റെ കൂട്ടങ്ങളെ എഴുതാം. 36ന്റെ കൂട്ടങ്ങൾ ഏതൊക്കെയാണ് നോക്കൂ. 20ഉം 16ഉം, അതൊരു 36ആണ്. അപ്പൊ ആദ്യം നമ്മൾ 36 എഴുതി, 20ഉം 16ഉം എഴുതി, 30ഉം 6ഉം അതെഴുതി, പിന്നെ 36 എന്ന് അക്ഷരത്തിലും എഴുതി. അടുത്ത സംഖ്യ 40 അല്ലേ? 40ന്റെ താഴെ നമ്മൾ എന്താ എഴുതേണ്ടത്? മലയാള അക്ഷരത്തിൽ 40 എന്ന് എഴുതിയിട്ടുണ്ട്. അതെഴുതി. 4 10 അതിനെ ആ ഗ്രൂപ്പിൽ എഴുതി. 4 10 40ആണ്. 20നോട് 20 ചേർന്നത്, 20ഉം 20ഉം എത്രയാണ്? 20 20ഉം 40. ഇനി അടുത്തത് 25. 25ന് നമ്മൾ 25 എഴുതി, 25 എന്ന് മലയാള അക്ഷരത്തിൽ എഴുതി. 10ഉം 15ഉം ചേർന്നത്, അത് 25ആണ്. 20ഉം 5ഉം അത് ചേരുമ്പോഴും 25ആണ്. ഇനി നമുക്ക് ലാസ്റ്റ് കൂട്ടം 48ന്റെ കൂട്ടാണ്. 48 എന്ന് ആദ്യം എഴുതി, പിന്നെ അക്ഷരത്തിൽ 48 എന്ന് എഴുതി. അതിനുശേഷം 50നേക്കാൾ 2 കുറവ്. 48 എന്ന് പറഞ്ഞാൽ അത് കൂടെ 2 എണ്ണം കൂട്ടി 50 ആവും. 49 50. അതായത് 50നേക്കാൾ 2 എണ്ണം കുറവാണ് 48. പിന്നെ 4 10ഉം 8 1ഉം. ഇതുപോലെ നമ്മൾ ഒരേ കൂട്ടമാക്കിയ കാർഡുകൾ ഇവിടെ എഴുതിയിട്ടുണ്ട്. ഇനി നോക്കാം, ഇവയിൽ ഏറ്റവും വലിയ സംഖ്യ ഏത്? ഇപ്പൊ നമ്മൾ കൂട്ടങ്ങളാക്കിയതിൽ 40 36 25 48. ഇതില് ഏറ്റവും വലിയ സംഖ്യ 48. ഏറ്റവും ചെറിയ സംഖ്യ ഏത്? 25. ഇങ്ങനെയാണ് നമ്മുടെ ഈ യൂണിറ്റ് അവസാനിക്കുന്നത്. ഇനി ഇതുപോലെയുള്ള കുറേ വർക്കുകൾ നമ്മുടെ വർക്ക് ബുക്കിലും ഉണ്ട്. ആക്ടിവിറ്റി ബുക്ക് കൂടെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഈ യൂണിറ്റ് നന്നായിട്ട് മനസ്സിലാവും. അപ്പം എല്ലാം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് കൊടുക്കണേ. വീഡിയോയ്ക്ക് ലൈക്ക് കൊടുക്കണം. അതുപോലെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്തും കൊടുക്കണം. ഓക്കെ, താങ്ക് യു.